നമസ്കാരം. അധ്യാപികമാർ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട വാർത്ത ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. എത്രയോ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. അവരാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടത്. മയക്കുമരുന്ന് ഉപയോഗിക്കുക മാത്രമല്ല, അത് വിൽക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് വന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇവരൊക്കെ ഇടതുപക്ഷ സംഘടനയിലെ അംഗങ്ങളും നേതാക്കളും ഭാരവാഹികളും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അതിൽ സ്വാഭാവികം, അതിൽ ഞെട്ടലൊന്നും തോന്നുന്നില്ല. കാരണം എവിടെ അഴിമതിയുണ്ടോ അവിടെ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ്, കേരളത്തിൽ എന്ന് പറയുന്നത് പോലെയാണ്. എവിടെ ഇത്തരം മയക്കുമരുന്ന് കേസുകളുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടോ അവിടെ ഏതെങ്കിലും ഒരു SFIക്കാരൻ്റെയോ CPMകാരൻ്റെയോ DYFIക്കാരൻ്റെയോ ഇടതുപക്ഷ അനുഭാവികളുടെയോ ഒരു പങ്കുണ്ടാകും. 95% കേസുകളിലും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, ഇത് നമുക്ക് കാണാൻ കഴിയും. പിടികൂടപ്പെടുന്ന പല മയക്കുമരുന്ന് കേസുകളിലും ഈ പങ്കൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്. മറ്റു വിദ്യാർത്ഥി സംഘടനകളിലുള്ളവരൊക്കെ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കാം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മറ്റ് അവരുടെ മാതൃ സംഘടനകൾ ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും കൈക്കൊള്ളില്ല. പക്ഷേ CPM അങ്ങനെയല്ല. അവരെപ്പോഴും ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തുന്ന ഒരു രീതിയാണ് അവരെപ്പോഴും എടുത്തിട്ടുള്ളത്. കാരണം അവർക്ക് വേണ്ടത് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത, തലയ്ക്ക് വെളിവില്ലാത്ത ഒരു തലമുറയാണ്. കാരണം ചിന്താശേഷിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഒരിക്കലും ഈ പാർട്ടിയിൽ നിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അണികൾ കുറയും. അവർക്കൊരിക്കലും അവരെ പ്രവർത്തിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ ഈ പോസ്റ്റർ ഒട്ടിക്കാനോ ഒന്നും ആളിനെ കിട്ടില്ല. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് മലയൻകീഴിൽ ഒരു DYFI നേതാവിനെ, പ്രാദേശിക നേതാവിനെ പോലീസ് MDMA കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചിരുന്നു. അയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ കണ്ടത് 25ഓളം പേരെ, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും പാർട്ടി പ്രവർത്തകരുമടക്കം, സ്ത്രീകളായ വനിതാ പ്രവർത്തകരും അടക്കമുള്ളവരുമായി ഇയാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെയും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നെനിക്കറിയില്ല. ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിലും ഇതുപോലെയുള്ള ഒരു സമാനമായിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ അതിലും ഗൗരവകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അധ്യാപകർ, ഈ പിടിയിലായി റിമാൻഡിലുള്ള അധ്യാപകർ ഇടതുപക്ഷ സംഘടനയുടെ അനുഭാവികളായിരുന്നു. അവർ ചെയ്ത പല ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള പല വഴിവിട്ട നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് പാർട്ടിയുമായിട്ടുള്ള ഈ ബന്ധം കാരണമാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അറസ്റ്റിലായ സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റർമാരായ 3 അധ്യാപികമാരിൽ നീഷ്മയും കാവ്യയും ഇടത് സംഘടനയായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷനിലാണ് പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം ഇരുവരും സംഘടനയുടെ ഭാരവാഹിത്വവും വഹിച്ചിരുന്നു. പേരാമ്പ്ര യൂണിറ്റിന്റെ ഭാരവാഹിത്വമാണ് ഈ 2 പേർക്കും ഉണ്ടായിരുന്നത്. അധ്യാപികമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ അന്ന് പുറത്തിറക്കിയ പോസ്റ്ററും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം സംഘടനയിൽ നിന്ന് പുറത്താക്കി. സാധാരണ ഈ CPMലും DYFIയിലും SFIയിലും ഒക്കെ പുറത്താക്കുന്നത് ഇവർ കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും. പക്ഷേ ഇവിടെ ഇവർ അറസ്റ്റിലായതിനു ശേഷമാണ് ഇവരെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത്. കഴിഞ്ഞ വർഷം പേരാമ്പ്രയിൽ വെച്ചാണ് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിലാണ് കാവ്യയെയും നീഷ്മയെയും ഭാരവാഹികളായി തിരഞ്ഞെടുത്തത്. എന്നാൽ മറ്റാരും ഭാരവാഹിത്വമേൽക്കാൻ തയ്യാറാകാത്തതോടെയാണ് ഇവരെ ചുമതല ഏൽപ്പിച്ചതെന്ന് സംഘടനാ ഭാരവാഹി ഇപ്പോൾ ന്യായീകരിക്കുന്നുണ്ട്. ഈ വർഷം അധ്യാപികമാർ സംഘടനാ അംഗത്വം പുതുക്കിയില്ലെന്നും കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടവർ ഇപ്പോൾ പറയുന്നുണ്ട്. MDMA കേസിൽ പിടിയിലായ അധ്യാപികമാർ ഇടത് അനുഭാവികളാണെന്ന് മുമ്പേ തന്നെ ആരോപണമൊക്കെ ഉയർന്നിരുന്നതാണ്. പക്ഷേ അതൊക്കെ ഒരു രാഷ്ട്രീയ ആരോപണമായി തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പോൾ തെളിവുകൾ സഹിതമാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. എന്നാൽ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന കണ്ടെത്തലിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അധ്യാപികമാർക്കൊപ്പം അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിൻ കുര്യാക്കോസ് എന്ന ചെറുപ്പക്കാരൻ്റെ അക്കൗണ്ടിൽ 6 മാസത്തിനിടെ 1 കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട്. അധ്യാപികമാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരെ കുറിച്ചൊക്കെ ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇവരൊക്കെ ഈ അധ്യാപികമാരായി ഇരുന്നു കൊണ്ട് ഇവർ എത്ര കുട്ടികളെ ഈ മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാകും. ഇവരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അത് ഇവർ MDMA അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചത് കൊണ്ടല്ല, അത് അവർ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവർ ഇത് വിപണനം ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം. ഇവിടെയാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ, കമ്മ്യൂണിസത്തിൻ്റെ ഒരു അപകടം, ഒരു ഭീകരത നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ മയക്കുമരുന്നിനെ നിർമ്മാർജ്ജനം ചെയ്യാനായി അദ്ദേഹം ഒരു പദ്ധതി കൊണ്ടുവന്നത്. അദ്ദേഹം ഈ ഒരു ചുമതലയും ഇല്ലാതിരുന്നപ്പോൾ പോലും മയക്കുമരുന്നിനെതിരെ പോരാടിയ ഒരു നേതാവാണ്.
അതൊന്നും മാധ്യമങ്ങളൊന്നും വലിയ രീതിയിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ വന്നിട്ട് 2 മാസത്തോളമായി. ഈ 2 മാസത്തിനിടയിൽ എത്ര വലിയ അളവിലുള്ള രാസലഹരികളാണ് കേരളത്തിൽ പിടിച്ചെടുത്തിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊക്കെ ഇന്ന് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ കൊണ്ടുവന്ന് അതൊക്കെ കത്തിച്ചു കളഞ്ഞതായി വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വരാതിരിക്കുകയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകാതിരിക്കുകയും ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പദ്ധതി ആവിഷ്കരിക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ പിടിച്ചെടുത്ത മയക്കുമരുന്ന് മുഴുവൻ കേരളത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടതായിരുന്നു എന്നുള്ളൊരു സത്യം കൂടി മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിലാണ് കേരളത്തിൽ ഇത്രയധികം മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അത് വിപണനവും ഒക്കെ കൂടിയത്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തലയ്ക്ക് വെളിവില്ലാത്തവരെയാണ് ഈ പാർട്ടിക്ക് ആവശ്യം. അതുകൊണ്ട് അവർ ഇതിനൊക്കെ കണ്ണടച്ചു കൊടുക്കും. അതാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള എത്ര കുറ്റകൃത്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ 2 മാസത്തിനിപ്പുറമുള്ള കാര്യങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വളരെ കുറഞ്ഞു വന്നിരിക്കുകയാണ്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് മക്കൾ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ 3-4 സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് സംഭവങ്ങളൊക്കെ വേറെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളൊന്നും മനസ്സിലാക്കണം. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും പറയുന്നത് ഞങ്ങൾ മയക്കുമരുന്നിനെതിരെ പോരാടും എന്ന്. ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നില്ല, ഉളുപ്പില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, കഞ്ചാവും ഇതുപോലെയുള്ള ലഹരിയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ഇടതുപക്ഷ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കേരളത്തിൽ പിടികൂടപ്പെടുന്ന ഈ ലഹരി മരുന്ന് കേസുകൾ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മുമ്പ് പലപ്പോഴും പിടിക്കപ്പെട്ടിട്ടുള്ളത് SFI ബന്ധമുള്ള കുട്ടികളായിരുന്നു. ഇതൊക്കെ വാർത്തകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ കിംവദന്തി പറയുന്നതോ കേട്ടുകേൾവിയോ അല്ല. വാർത്തകളിൽ വന്നിട്ടുള്ള സംഭവമാണ്. അങ്ങനെ നിരവധി സംഭവങ്ങളാണ് പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ളത്. എന്തായാലും പിടിക്കപ്പെട്ടത് ഈ 3 അധ്യാപികമാർ മാത്രമാണ്. ഇനി ഏതെല്ലാം വകുപ്പുകളിൽ എത്ര ഇടതുപക്ഷക്കാർ ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രമേ അറിയാവൂ.